CITU പ്രവർത്തകനെ വധിച്ച കേസിൽ PFI ഭീകരർക്ക് ഇരട്ട ജീവപര്യന്തം 13 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 1 മുതൽ 3 വരെയുള്ള പ്രതികൾക്ക് 5 വർഷം അധിക ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കാളത്തോട് നാച്ചുവിനെ വധിച്ച കേസിലാണ് വിധി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം? ഒപ്പം തന്നെ PFI ഭീകരർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ. CITU തൊഴിലാളിയെ വധിച്ച കേസിൽ ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിലെ ഭീകരർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. CITU തൊഴിലാളിയായ കാളത്തോട് നാച്ചുവിനെ, അതായത് ഷമീർ എന്ന കാളത്തോട് നാച്ചുവിനെ വധിച്ച കേസിലാണ് ഈ നിരോധിത ഭീകര സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള ഭീകരർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 2022 കേസിന് 2021 ഒക്ടോബർ 22 കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ വെട്ടൂർപ്പറമ്പിൽ ഷാജഹാൻ, വലിയകത്ത് ഷബീർ, പരിക്കുന്ന് വീട്ടിൽ അമൽ ഫാലിദ്, വലിക്കകത്ത് വീട്ടിൽ ഷിഹാസ് അടക്കമുള്ള പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതായത് ഈ ജീവപര്യന്തത്തിനൊപ്പം 13 ലക്ഷം രൂപ പിഴയും കോടതി ഈടാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ സുരക്ഷ ക്രമീകരണങ്ങളൊക്കെ ഈ ശിക്ഷാവിധിക്ക് മുന്നോടിയായിട്ട് കോടതി പരിസരത്ത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ തന്ത്രബോൾട്ട് സേനാംഗങ്ങളടക്കം വലിയ സുരക്ഷ ഒരുക്കിയ ശേഷമാണ് ഈ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് ശിക്ഷാവിധി നടപ്പാക്കുകയും ചെയ്തപ്പോൾ ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശരി.